തോക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു. അയ്യോ അയ്യോ, അത് നാടൻ തോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ആ തോക്കിന് തന്നെ നല്ല വെയിറ്റ്. ഹണി ഫ്രണ്ടില്, ഞാൻ ഹണിയുടെ ബാക്കില്. ഹണി വെടിവെക്കുന്നത് ഫ്രണ്ട്സ് ആണോ? ഞങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതൊക്കെ അപ്പൊ ഇതിന്റെ ബാലൻസ് നിൽക്കാന്നുള്ളത് ബാക്കിലേക്കാവും നമ്മളത്. കാഞ്ചി വലിക്കുന്നത്. കൊടുത്തായിരുന്നു ഒരു ലോഡ് ശവം. എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഹണിയായിട്ടാണ്. ഇപ്പം ഹണിയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ബാബുരാജേട്ടൻ്റെ ശിഷ്യനാണ് ഞാൻ. അപ്പം അങ്ങനെ വന്ന് ഇവരുടെ ഫാമിലിയിലേക്ക് അറിയാതെ ഇൻവോൾവ് ആവുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ നിക്കോളസ് എന്ന് പറയുന്നത്. ഇഷ്ടപ്പെട്ട ആക്ട്രസ്? റോഷന്റെ അഭിനയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആളുകൾ എപ്പോഴും കമന്റ് ചെയ്യാറില്ല. അതിനെ പറ്റി എന്താ അഭിപ്രായം? നല്ല രസം. ഹലോ എവരിവൺ, ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് റേച്ചലിന്റെ വിശേഷങ്ങളുമായി സിനിമയുടെ ടീമാണ്. ഹായ് ഗൈസ്. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? റേച്ചലാണ് പുതിയ വിശേഷം. മൊത്തം ഒരു ചോരക്കളിയാണോ? ഏറെക്കുറെ. അല്ല, ഇത് ചെയ്തപ്പോഴത്തേക്കേ, അതായത് ആദ്യം നമ്മൾ കണ്ടപ്പോൾ മുഴുവൻ വേറെ ഒരു റൊമാൻറ്റിക് ഹീറോയിനായിട്ടാണ് നമ്മൾ കാണുന്നത്. ഹണിയുടെ ഇന്നൊരു ട്രാൻസ്ഫോർമേഷനിലാണ് നമ്മൾ ഇപ്പോഴാണ് കാണുന്നത്. അപ്പൊ നമ്മൾ എന്താ എക്സ്പെക്ട് ചെയ്യേണ്ടത്? റേച്ചൽ എനിക്ക് തോന്നുന്നു ഒരു എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഫസ്റ്റ് ടൈമാണ് ഒരു ടൈറ്റിൽ കഥാപാത്രം ചെയ്യാനുള്ള ഒരു അവസരം കിട്ടുന്നത്. അതിനപ്പുറത്തേക്ക് ഒരു ഹീറോയിൻ ഓറിയന്റഡ് മൂവി എന്നുള്ള ഒരു ടാഗ് ലൈനിലല്ല റേച്ചൽ പോകേണ്ടത്. ഇതൊരു പക്ക ഒരു കംപ്ലീറ്റ് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പക്ക ഫൺ, ഒരു സിനിമാറ്റിക് മൂവി തന്നെ ആയിരിക്കും. ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണിത്. അങ്ങനെയാണ് ഇതിൻ്റെ എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന് വന്നിരിക്കുന്നതും. ആൻഡ് ഭയങ്കര രസകരമായിട്ടുള്ള കഥാപാത്രങ്ങൾ ഒത്തിരി പേരുണ്ട്. അത് ചെയ്തേക്കുന്ന ഭയങ്കര ടാലന്റഡ് ആയിട്ടുള്ള ആക്ടേഴ്സാണ് നമ്മുടെ കൂടെ ഇപ്പം ഇരിക്കുന്നത്. എങ്ങനെയുണ്ടായിരുന്നു ചേട്ടാ ആ ഒരു ഷൂട്ടിംഗ് ടൈമൊക്കെ? ഷൂട്ടിംഗ് സുഖമുള്ള വാക്കുകളാണല്ലോ തന്നോണ്ടിരിക്കുന്നത്. അല്ല, ചേട്ടൻ ജോജി ഇറങ്ങിയ ശേഷം ചേട്ടന്റെ ലൈഫ് മൊത്തം മാറി രണ്ടായിട്ട്. അതായത് അതിന് മുൻപ് ശേഷം നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ സിനിമയിൽ. ഹണിയും ആയിട്ട് ആദ്യമായിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. ഇതൊരു പീരിയോഡിക്കൽ പരിപാടിയാണല്ലോ. പക്ഷെ എന്നാലും വളരെ രസകരമായിരുന്നു. ലൊക്കേഷൻസ്, എൻ്റെ ആംബിയൻസ്, പിന്നെ ഡയറക്ഷൻ എല്ലാം സന്തോഷം. ഓക്കെ, 5 ഭാഷകളിലാണ് ഇറങ്ങാൻ പോകുന്നത്. എന്തൊക്കെയാണ് എക്സ്പെക്ടേഷൻസ്? ഞാൻ ഒത്തിരി എക്സ്പെക്ട് ചെയ്യുന്നൊരു മൂവിയാണ് റേച്ചൽ. ബിക്കോസ് ആസ് ആൻ ആക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ചാലഞ്ചിങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിരുന്നു. അപ്പൻ ഫസ്റ്റ് ഫിലിം ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ചാലഞ്ചിങ് ആയിരുന്നു. അതിനുശേഷം ചെയ്ത മൂവീസിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ് ആയി തോന്നിയത് ഈ ഒരു തെരേസ എന്നുള്ള ക്യാരക്ടറാണ് അതിലെ. കാരണം മറ്റ് സിനിമകളിൽ ചെയ്യാത്തൊരു കാര്യമാണ് ഫൈറ്റ് സീക്വൻസ് ഓർ ആക്ഷൻ. അത് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പൊ അത് ചെയ്തതിന്റെ ഒരു ഞങ്ങളാണ് മരിച്ചു പോരാടുന്നത്. അപ്പൊ അത് ഭയങ്കരമായിട്ട് അട്രാക്ട് ചെയ്തൊരു കാര്യമാണ്. പിന്നെ അത് ഒട്ടും എളുപ്പമല്ല. ഇതൊക്കെ ക്യാമറ ട്രിക്സ് അല്ലേ എന്നാണ് ഞാൻ സിനിമ ആണെന്ന് വിചാരിച്ചത്. അടി കൊള്ളണം എന്നുള്ളത് പിന്നെയാണ് മനസ്സിലായത്. അത് കിട്ടിയോ? നന്നായിട്ട് കിട്ടി. കിട്ടുകയും ചെയ്തു, കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എല്ലാ രീതിയിലും സാറ്റിസ്ഫൈഡ് ആയിട്ടിരിക്കുകയാണ്. നമ്മൾ സിനിമയിൽ കാണുന്ന അത്ര ഈസി അല്ലാന്ന് മനസ്സിലായി. ഇല്ല, നല്ല കഷ്ടപ്പാടാണ് ഫൈറ്റ്. ഞാനും ഈ പറഞ്ഞ പോലെ ഇതുവരെയും ഉള്ള സിനിമകളിൽ നമ്മൾ ഈ നായകൻ ഫൈറ്റ് ചെയ്യുമ്പോൾ അയ്യോ അടിക്കില്ലേ, അയ്യോ ഇങ്ങനെയൊക്കെ പറഞ്ഞു നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ ഇതിൽ ഫൈറ്റ് ചെയ്യാനുള്ള ഒരു അവസരം കിട്ടി എന്നുള്ളതാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അതും നല്ല അടി, നല്ല നാടൻ കിട്ടി. അത് എനിക്ക് ഇതിന്റെ ക്ലൈമാക്സിലൊരു സീൻ ഉണ്ട്. അപ്പൊ അതിൽ എന്നെ ഒരാൾ അടിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് മൊത്തത്തിൽ ഇത് ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്നോണ്ട് ഈ ഫൈറ്റിന്റെ പരിപാടി എങ്ങനെയാന്ന് എനിക്ക് പിടികിട്ടുന്നില്ല. അപ്പൊ ഞാനിങ്ങനെ ആളോട് പറയുന്നുണ്ട്, കുഴപ്പമില്ല ശരിക്കും അടിച്ചോളൂ. അപ്പൊ എനിക്ക് ആ ടൈമിങ് കറക്റ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിട്ട് അല്ലല്ല. അപ്പൊ അതിലിങ്ങനെ ഫൈറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പൊ വേദനിക്കും എന്ന് പറഞ്ഞു. കുഴപ്പമില്ല, എനിക്ക് ടൈമിങ് കിട്ടാൻ വേണ്ടിട്ടാ. അപ്പൊ ശരിക്കും അടിച്ചോന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി അതേപോലെ ആദ്യത്തെ ഒരു 2 ടേക്ക് എടുത്തപ്പം അത് ഞാൻ കറക്റ്റ് ആയിട്ട് വീണു. അത് റിഹേഴ്സൽ ആയിരുന്നു.
അപ്പൊ ടേക്കിന് ഇതേപോലെ പുള്ളി ഫുൾ ശക്തിയിൽ അങ്ങ് അടിച്ചു. എന്റെ ടൈമിങ് മിസ്സായി. നല്ലൊരു അടി. ശരി, ഇങ്ങനെ ഒരു അടി എനിക്ക് സൗണ്ട് കേട്ട് ഞങ്ങൾ എല്ലാവരും ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. അതായത് അത് എന്റെ സീനിൽ വെച്ചാൽ ഇങ്ങനെ അടി കൊണ്ടിട്ട് ഞാൻ ഇങ്ങനെ വീഴുന്നു എന്നാണ് വേണ്ടത്. പക്ഷെ ഞാൻ കിട്ടിയ അടി ഒരു കറക്ക. പിന്നെ അതായിരുന്നു അല്ല, അങ്ങനെ കുറെ ഉണ്ട്. കാരണം രാധിക അടിക്കുന്ന സമയത്ത് ആ പരിസരത്ത് മനുഷ്യന് കൂറ് പോലെ നിൽക്കാൻ പറ്റത്തില്ല. ആർക്ക് വേണമെങ്കിലും അടിക്കും. പാടിപ്പോഴും മുഖത്തുണ്ടോ, അത്രയും പവർഫുൾ ആയിരുന്നു. റോഷനിലേക്ക് വരുമ്പോ നമ്മുടെ ഹണിയാണ് നായിക എന്ന് പറഞ്ഞപ്പോൾ ഫസ്റ്റ് ഉണ്ടായ ഒരു തോട്ട് എന്തായിരുന്നു? അല്ല, ആസ് എൻ ആക്ടർ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണല്ലോ വലുത്. അപ്പം ഇതുപോലെ വലിയ സിനിമയുടെ ഭാഗമാകാൻ കഴിയുന്നത് വലിയൊരു ഭാഗ്യം. അപ്പം അതിൽ ഹണിയുടെ കൂടെ വരിക എന്ന് പറയുന്നത് അതിലും വലിയൊരു ഒരു അംഗീകാരമായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പേരുള്ളൊരു കാലമാണെന്ന്. ഇപ്പം ഞാനില്ലെങ്കിൽ വേറെ ആളുണ്ട്. അപ്പോൾ ഈ കഥാപാത്രം നമ്മളെ തന്നെ തേടിയെത്തി എന്ന് പറയുമ്പം അതും ഹണിയുടെ ഓപ്പോസിറ്റ് വരിക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. സോ റിയലി ഹാപ്പി. കാരണം ഞങ്ങൾക്ക് ഒരുപാട് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പേസ് ഉള്ളത് ഹണിയായിട്ടിരുന്നു. അപ്പം ഇപ്പം ഹണിയുടെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ നമ്മളൊന്നുമല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ചെറിയ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള കുറേ കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അപ്പൊ നമുക്കത് ഭയങ്കര ഒരു കോൺഫിഡൻസ് ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും ഈ സിനിമ എന്ന് പറയുന്നത്, എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് നിക്കോളസ് എന്നാണ്. അപ്പം എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ വരാൻ പോകുന്ന ഏറ്റവും നല്ലൊരു ക്യാരക്ടർ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ നമ്മളെല്ലാവരും പണിയെടുത്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ഔട്ട്പുട്ട് എല്ലാവർക്കും കിട്ടുമെന്ന് തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നു. സാധാരണ ഹീറോസ് ഒക്കെ കുറച്ച് ഇങ്ങനെ, അതായത് ഇപ്പൊ ഹീറോയിൻസിനെക്കാളും കുറച്ച് മുന്നിൽ നിൽക്കുന്ന സിനിമകളാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത്. ഇതിനകത്ത് നേരെ തിരിച്ചാം. അതായത് നായികയാണ് ചോദിക്കുന്നത് പോത്തുജോയുടെ മോളെ പ്രേമിക്കാൻ ധൈര്യം ഉണ്ടോന്ന്. അപ്പൊ ആ ഒരു നായകനെ എങ്ങനെ കൈകാര്യം ചെയ്തത്? അല്ല, അത് ഭയങ്കര ഈസി അല്ലേ? എന്നാ പോരെ, അതിന് പ്രത്യേകിച്ച് നമുക്ക് ചെയ്യേണ്ടതായിട്ടൊന്നുമില്ല. കാരണം നമ്മൾ ഇതിൽ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഈ പോത്തുജോയുടെ ശിഷ്യനായിട്ട് വരുന്നൊരു ക്യാരക്ടറാണ്. അതായത് ബാബുരാജേട്ടൻ്റെ ശിഷ്യനാണ് ഞാനിതിൽ. അപ്പം അങ്ങനെ വന്ന് ഇവരുടെ ഫാമിലിയിലേക്ക് അറിയാതെ ഇൻവോൾവ് ആവുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ് ഈ നിക്കോളസ് എന്ന് പറയുന്നത്. അപ്പൊ അത് എന്നെ സംബന്ധിച്ചത് ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ള റോളൊന്നുമല്ല, ഈസിയാണ്. കുറച്ചുകൂടെ നമുക്കത് ഫ്ലെക്സിബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ക്യാരക്ടറായിരുന്നു. അത് ഭയങ്കര രസമായിട്ട് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ആയിരുന്നു കോമ്പിനേഷൻ സീൻസ് കൂടുതലും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് രണ്ടുപേർക്കുമായിരുന്നു. അപ്പം ഞങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ആനന്ദിനിയുടെ ഒരു ഗൈഡൻസും കാര്യങ്ങളും, ഈവൻ എബ്രിഡ് ഷൈൻ സാറിൻ്റെ ഒരു ഗൈഡൻസും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് രസമായിട്ട് ആ കെമിസ്ട്രി, കുഞ്ഞു കുഞ്ഞു മൈന്യൂട്ട് എക്സ്പ്രഷൻസും കാര്യങ്ങളും ഒക്കെയാണ് ഞങ്ങളെ ആ സീക്വൻസിൽ വന്നിരുന്നത്. അപ്പോൾ അതൊക്കെ ഭയങ്കര രസമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയെന്നാണ് ഒരു വിശ്വാസം. എപ്പോഴും ചോദിച്ചായിരുന്നു റേച്ചലായിട്ട് എന്തുകൊണ്ടാണ് എന്നെ തെരഞ്ഞെടുത്തത്? ആക്ച്വലി റേച്ചലായിട്ട് അവരുടെ മനസ്സിൽ ഫസ്റ്റ് വന്നത് ഞാനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല അതിന് മുമ്പ് ആരെങ്കിലും ഉണ്ടായിരുന്നോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് കഥ കേൾക്കുന്ന സമയത്ത് ഇതൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. ഒത്തിരി അംഗീകാരങ്ങളൊക്കെ കിട്ടിയിട്ടുള്ള രാഹുൽ മണപ്പാട്ടിൻ്റെ അദ്ദേഹം എഴുതിയ ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പം അതേ രീതിയിൽ തന്നെയാണ് എൻ്റെ അടുത്ത് കഥ പറയുന്നതും. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് താല്പര്യമാണെങ്കിൽ നമുക്കിത് സ്ക്രിപ്റ്റാക്കി സിനിമയിലേക്ക് കിടക്കാമെന്ന് പറയുന്നത് അത് കഴിഞ്ഞിട്ടാണ്. സോ അങ്ങനെ ആനന്ദിനി ഇത് വന്ന് പറയുകയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും പിന്നീട് ആ സിനിമയുടെ ഒരു ജേർണി മുഴുവൻ എനിക്കും ഭാഗമാകാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈമാണ് എനിക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ്, ഒരു സിനിമയുടെ ബിഗിനിങ് തൊട്ട് ടിൽ ദ എൻഡ് വരെയും അതിനോടൊപ്പം ആ ഒരു ജേർണിയിൽ പങ്കുചേരുക എന്ന് പറഞ്ഞാൽ അത് വേറൊരു ബ്യൂട്ടിഫുൾ ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. ആൻഡ് ഈ പറഞ്ഞതുപോലെ ഈ ഇരിക്കുന്ന ഇത്രയും കഥാപാത്രങ്ങൾ കൂടാതെ വേറെയും ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് മൂവിയിലുണ്ട്. ബാബുരാജേട്ടൻ ചെയ്യുന്ന, അല്ലെ പോൾ ചേച്ചി ചെയ്യുന്ന ചന്തു, ഒത്തിരി വിനീത് ചേട്ടൻ, അല്ലെ, ഒത്തിരി നല്ല ക്യാരക്ടേഴ്സ് ഉണ്ട്. അപ്പം അങ്ങനെ ഒത്തിരി ലെയേഴ്സ് ഉള്ള, ഒത്തിരി തലങ്ങളുള്ള, ഭയങ്കര തീക്ഷ്ണമായ ഒരു കഥയും കഥാപാത്രങ്ങളുമുള്ള ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. ചേട്ടനും ബാബുരാജേട്ടനും ഒരു കോംബോ ഭയങ്കര ഹിറ്റ് ആയിരുന്നു. ഇതിലും അതുപോലെയൊക്കെ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ബാബുരാജേട്ടന് ഹണിയുടെ അച്ഛനായിട്ടാണ് പോത്തുജോയി. പക്ഷെ ഞാൻ ഈ സിനിമയിലേക്ക് ഞാൻ പെട്ടെന്നാണ് വരുന്നത്. വിളിച്ച് 3-ാം ദിവസം ജോയിൻ ചെയ്യായിരുന്നു. അന്നപ്പോൾ ഞാൻ ഫസ്റ്റ് കോമ്പിനേഷൻ ഞാൻ ഹണിയായിട്ടായിരുന്നു. എന്നെ ഞെട്ടിച്ച് കളഞ്ഞത്, ഞാൻ ഒരുപാട് ഇറച്ചിക്കടയിൽ നമ്മൾ പോയിട്ടുണ്ടല്ലോ, ഇത്രയും ഇറച്ചിക്കടയിൽ ഇത്ര സൗന്ദര്യമുള്ള ഒരു സ്ത്രീയെ ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ ഇറച്ചിക്കട ഇഷ്ടംപോലെ പോയിട്ടുണ്ടല്ലോ, വളരെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അതെ, ഹണിക്ക് ശരിക്കും ഇറച്ചി മുറുക്കാൻ അറിയോ? സെപ്പറേറ്റ് കോച്ചിങ്ങും ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 3 പേർക്കും ഉണ്ടായിരുന്നു. ആക്ച്വലി ഞങ്ങൾ 3 പേരും ഇറച്ചിക്കടയിൽ പണി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയൊന്നുമില്ല. നമ്മള്
എനിക്ക് ഈ ഇറച്ചി നമ്മൾ എൻ്റെ ചെറുപ്പത്തിൽ അച്ഛൻ്റെ കൂടെ ഞായറാഴ്ച പള്ളിയിൽ കഴിഞ്ഞിട്ട് ഇറച്ചി മേടിക്കാൻ പോകുന്ന എക്സ്പീരിയൻസ് ഒക്കെ അതൊക്കെ ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം നമ്മളിങ്ങനെ ഒരു കവറിലെ ഇറച്ചി ഞായറാഴ്ച സൺഡേ ഇറച്ചി വേണം എന്നുള്ളത് ബീഫ് നിർബന്ധമാണ്. അപ്പം അതൊക്കെ അങ്ങനെ നല്ല ഓർമ്മകളൊക്കെ ഉണ്ട്. അപ്പം ഈ ഇറച്ചി വല്ല ബ്ലഡ് കാണുന്നൊന്നും അങ്ങനെയൊന്നും ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഞങ്ങളുടെ ഇറച്ചി അവസാനം ഞങ്ങൾ കട്ട് ചെയ്ത് ചിലത് പേസ്റ്റ് ഒക്കെ കഷ്ണമൊക്കെ രാവിലെ മുതൽ വൈകുന്നേരം പേസ്റ്റ് വരെ record രൂപത്തിലൊക്കെ വെക്കണം. മിൻസ്ഡ് മീറ്റ് ഒക്കെ ഞങ്ങൾ കൊടുത്തോണ്ട് പ്രൊഡക്ഷൻ ഏറ്റവും കൂടുതൽ പൈസ പോയത് അവിടെ എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും ആദ്യം ആ ഒരു ഈ സീൻ ഡിസ്ക്രൈബ് ചെയ്ത് വരുമ്പോ ഇത് ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ ഒരു ചലഞ്ച് ഒക്കെ ഉണ്ടായിരുന്നു? ആദ്യം നമ്മൾ ജസ്റ്റ് ഈ ഒരു കോസ്റ്റ്യൂം ഇട്ടെന്ന് നോക്കിയിരുന്നു, ഒരു ട്രയൽ പോലെ ജസ്റ്റ് ഒന്ന് രണ്ട് ഡയലോഗ് ഒക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ ജസ്റ്റ് നോക്കിയിരുന്നു. കാരണം ഇത്രയും ഇങ്ങനെ ഒരു ഭയങ്കര വ്യാപ്തിയുള്ള ഒരു കഥാപാത്രമാണ്. അതപ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഒരു കോൺഫിഡൻസ്, എനിക്ക് തോന്നുന്നു അവർക്കും ടീമിനും ഒന്നും എനിക്കും തന്നെ ഒരു കോൺഫിഡൻസ് വന്നു ചെയ്യാൻ പറ്റും എന്നുള്ളത്. പിന്നെ അതിലേക്ക് ഇൻവോൾവ് ചെയ്യുകയായിരുന്നു. ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞതുപോലെ എല്ലാ കാര്യത്തിലും ഇപ്പം ഇതിൻ്റെ അകത്ത് കാട് ഒരു വലിയൊരു പ്രാധാന്യം ഉള്ള ഒരു കഥാപാത്രം തന്നെയാണെന്ന് പറയാം. കാട് അല്ലെങ്കിൽ വേട്ടക്കാർ, അവരുടെയൊക്കെ ലൈഫ്, അതെല്ലാം റിയൽ ആയിട്ടുള്ള ആളുകളുടെ അടുത്ത് സംസാരിച്ച് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെയാണ് കൂടുതലും ഈ സിനിമയിൽ വന്നേക്കുന്നത്. ഇപ്പോൾ ഇറച്ചി വെട്ടുകാരാണെങ്കിൽ ആ ഇറച്ചി വെട്ടുന്ന ആളുകൾ അവരുടെ ലൈഫ്, റിയൽ ലൈഫ്, അവരുടെ സ്റ്റോറീസ്, അവർ പറയുന്ന വാക്കുകൾ പോലും ആണ് ഈ സിനിമയിൽ എടുത്തേക്കുന്നത്. അപ്പം ഭയങ്കര ഒതൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ്, ഭയങ്കര റോ ആയിട്ട് ഒതൻറ്റിക് ആയിട്ടാണ് ഈ സിനിമ ചെയ്തേക്കുന്നത്. ഈ പോസ്റ്ററിൽ കാണുമ്പോഴേ കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ട് തോന്നും, പക്ഷെ നേരത്തെ വരുമ്പോ കുറച്ച് നല്ല യങ്ങാ. അത് ഇങ്ങനെ കാണുമ്പോൾ തോന്നാറുണ്ട് ഞാൻ ഇങ്ങനെ ഈ കോസ്റ്റ്യൂം ഒക്കെ ഇട്ട് വന്നപ്പോ ഇങ്ങനെ ആയിപ്പോയോ? ഇല്ല, എനിക്ക് വേണം, ഞാൻ അപ്പൻ മുതലേ തന്നെ എനിക്ക് കിട്ടുന്ന ഒരു കോംപ്ലിമെന്റ് ആണ്. അത് ഞാൻ കോംപ്ലിമെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതായത് ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ ഒരാളും എന്നെ തിരിച്ചറിയില്ല, അത് എനിക്ക് നന്നായിട്ട് അറിയാം. എന്നോട് ആൾക്കാർ പറയും അപ്പൻ ഞാനാണ് ചെയ്തത് എന്ന് പറയുമ്പോഴാണ് ആൾക്കാർ മനസ്സിലാവുന്നത്. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഒരു ഭയങ്കര കോംപ്ലിമെന്റ് ആയിട്ട് തോന്നുന്നൊരു കാര്യമാണ്. കാരണം അപ്പൻ ഞാൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് ഉണ്ടായിരുന്ന ഒരു ചാലഞ്ച് തന്നെ അതായിരുന്നു. കാരണം എന്റെ റിയൽ പെർസോണയായിട്ട് ഒരു സാമ്യവും ഇല്ലാത്തൊരു ക്യാരക്ടറാണ് അത്. അപ്പൊ എനിക്ക് ആദ്യത്തെ ട്രെയിനിങ് ദിവസങ്ങളിൽ തന്നെ എങ്ങനെ രാധിക നടക്കുന്നത് പോലെ നടക്കാതിരിക്കാം എന്നുള്ളതാണ് നടത്തിക്കുമായിരുന്നു എന്നെ. ഇതുപോലൊരു ഹാൾ എടുത്തിട്ട് ചുമ്മാ നടക്കാൻ പറയും, എന്നിട്ട് ഞാൻ നടക്കുന്ന പോലെ അല്ലാതെ അതെങ്ങനെ മാറ്റാം എന്നുള്ളതായിരുന്നു. അതുപോലെ ആദ്യം തന്നെ ഡയറക്ടർ പറഞ്ഞിട്ടുണ്ട് ഈ സിനിമയിൽ ആർക്കും മേക്കപ്പ് വേണ്ടെന്ന്. യഥാർത്ഥ രാധിക അതാ, ഇത് വേറെ. ആർക്കും മേക്കപ്പ് ഇല്ല, ആർക്കും മേക്കപ്പ്. അല്ല, മേക്കപ്പ് ഇല്ലെങ്കിലും ഉള്ള ആൾക്കാർക്ക് മേക്കപ്പ് ഡള്ളിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമുക്ക് ഡള്ളിങ് ആയിരുന്നുണ്ട്. റോ ഒരു എഫക്റ്റ് കിട്ടാനായിട്ട്. ഈ വരുൺ പ്രഭാകർ എന്നുള്ളത് ഒരു മൈൻഡ് സ്റ്റോൺ അത് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും, അതായത് അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ ഒരു വലിയ ക്യാരക്ടർ ചെയ്യണം? കാരണം ഇതിപ്പോ ഒരു ബെഞ്ച് മാർക്കാ, അത് ക്രോസ് ചെയ്യാൻ വേണ്ടിട്ട് എന്താ ചെയ്യാൻ ആലോചിച്ചിട്ടുണ്ടോ? ഒന്നും ചെയ്യണ്ട, ഇങ്ങനെ സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്താൽ മതി. അപ്പം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വലുത്. ഇപ്പം ചില സിനിമകളിൽ ചില കഥാപാത്രങ്ങൾ നമ്മൾ വിചാരിക്കുന്നതിൻ്റെ മുകളിൽ ഗ്രാഫിലേക്ക് അത് റീച്ച് ഔട്ട് ചെയ്യുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ബ്രേക്ക് ചെയ്ത് നെക്സ്റ്റ് ഒരു മൂവി ചെയ്യാന്നുള്ളത്. ഇപ്പം നമുക്ക് വേറൊരു ക്യാരക്ടർ, ഞാൻ അതിനിടയിൽ മലയാളം മൂവീസൊക്കെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ വരുൺ പ്രഭാകർ ഉള്ളതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതൊക്കെ അടിയിൽ പോയത്, സ്വാഭാവികം. അപ്പം അതിൻ്റെ ഇടയിൽ ദൃശ്യത്തിന് തെലുങ്കും തമിഴും ചെയ്തുകൊണ്ട് ഞാൻ തെലുങ്കിലും തമിഴും കുറച്ച് ഓപ്പർച്യൂണിറ്റി അങ്ങോട്ട് പോയി. പിന്നെ തിരിച്ച് മലയാളത്തിലേക്ക് വരുന്നത് ഇത്രയും വലിയൊരു ബിഗ് ബാനർ റേച്ചറിലാണ്. അപ്പം വരുൺ പ്രഭാകറിൻ്റെ കഥാപാത്രത്തെ നിക്കോളാസിന് ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അദ്ദേഹം ചെയ്തും വെച്ചിട്ടുണ്ട്. കുട്ടി കുട്ടി മാനറിസംസ് ആയാലും ആ ഒരു കഥാപാത്രം ഇപ്പം നമ്മൾ ഡബ് ചെയ്യുമ്പോഴും അല്ലാതെയൊക്കെ മൂവി കാണുന്ന സമയത്ത് എനിക്കും പേഴ്സണലി തോന്നിയതാണ് ഭയങ്കര രസമായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആ ഒരു ക്യാരക്ടർ എന്താണോ അത് തന്നെയാണ് നമുക്ക് സ്ക്രീനിൽ കാണാം. ഇപ്പൊ 5 ഭാഷകളിൽ വരുന്നുണ്ടല്ലോ, അപ്പൊ വേറെ നമ്മൾ അഭിനയിച്ച സംഭവം വേറെ ലാംഗ്വേജിൽ വേറെ ആളുകൾ ഡബ് ചെയ്ത് കേൾക്കും. ആ സംഭവത്തിനെ കുറിച്ച് അത് ഓർത്തിട്ടുണ്ട്. ഞാൻ ഹിന്ദി ഒന്ന് ട്രൈ ചെയ്ത് നോക്കി ഡബ് ചെയ്യാൻ റേച്ചൽ. അല്ല, ട്രെയിലർ ഒരു പോർഷൻ മാത്രം. ഞാൻ ആദ്യമേ ഡയലോഗ് കിട്ടിയപ്പോ ഇത് ഭയങ്കര സിമ്പിൾ, ഇപ്പൊ ശരിയാക്കാന്ന് പറഞ്ഞാൽ ചെന്ന് കഴിഞ്ഞ ഒരു ലൈനിൽ നിന്ന് എനിക്ക് മുമ്പോട്ട് പോകാൻ പറ്റുന്നില്ല. കാരണം ആ കറക്റ്റ് ആ പ്രൊനൗൺസിയേഷൻ കിട്ടുന്നില്ല അവർ പറയുന്ന സാധനം. അപ്പൊ ഞാൻ പറയുമ്പോൾ എനിക്ക് ഇത് കറക്റ്റ് ആണല്ലോ ഞാൻ പറയുന്നത്, തന്നെയല്ല ഞാൻ പറയുന്നത് കറക്റ്റ് ആണ്. പക്ഷെ അതുകൊണ്ട് പിന്നെ അത് വേറെ ഒരാള് കുറച്ചും കൂടി വൃത്തിയായി സംസാരിക്കാൻ അറിയാം. നമുക്ക് നമ്മുടെ ആ ഒരു സൗണ്ടിൽ അത് കേൾക്കാതിരിക്കുമ്പോഴേ അതിന്റെ ആ ഒരു സംഭവം നഷ്ടപ്പെടുന്ന പോലെ ഫീൽ വരില്ലേ?
പക്ഷെ അവരെല്ലാം രസമായിട്ട് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് തന്നെ അങ്ങനെയുള്ള ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ തന്നെയാണ് തിരഞ്ഞെടുത്തേക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ ഈ പറയുന്ന പോലെ പിന്നെ അത് വേറൊരു ലാംഗ്വേജിലാണ് അത് കേൾക്കുന്നത്. മലയാളത്തിൽ കേൾക്കുമ്പോൾ മലയാളത്തിൽ ഇപ്പോൾ വേറെ ഒരാളായിരുന്നു ചെയ്തതെങ്കിൽ ചിലപ്പോൾ നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്തേനെ. നമ്മുടെ ലാംഗ്വേജ് ആയതുകൊണ്ട് ഇതിപ്പം മറ്റു ഭാഷകളാകുമ്പോൾ നമുക്ക് അത്ര ഒരു പ്രശ്നം തോന്നില്ല. ഈ +2 മുതൽ നിങ്ങൾക്ക് പരിചയം ഉണ്ടല്ലേ? ഞങ്ങൾക്കല്ല സിനിമ പ്ലസ്. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അതായത് രാധികയുടെ ഹസ്ബൻഡ് എൻ്റെ ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട് +2. അത് നേരത്തെ പറഞ്ഞു +2 കണ്ടിട്ട് കുറെ ആളുകൾ പ്രേമിക്കാൻ പോയി. ആ കൂട്ടത്തിലുള്ള ഒരാളാണ്. അതെ അതെ, ഈ റോഷന്റെ +2 സിനിമ അല്ലേ? അത് കണ്ടിട്ട് ഇങ്ങനെ ഈ പ്രേമിക്കുകയാണെങ്കിൽ ഇങ്ങനെ പ്രേമിക്കണം ഒരാളെ പ്രേമിക്കണം. അങ്ങനത്തെ ഒരു ലവ് ലൈഫ് വേണം, അങ്ങനെ പ്രേമിക്കണം എന്നൊക്കെ പറഞ്ഞ് തോന്നിയ ഒരു അങ്ങനെ വഴിതെറ്റിച്ച ഒരു സിനിമയാണ്. വഴിതെറ്റിച്ച സ്റ്റാറാണ്. പെൺപിള്ളേർ വഴിതെറ്റിച്ച. ഓക്കെ, +2 സിനിമ കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ല, കാണണം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ട്. അല്ലല്ല, കേട്ടിട്ടുണ്ട് ഡെഫിനറ്റ്ലി. കാണാൻ പറ്റും. റേച്ചലിന് ഏറ്റവും വലിയ ചാലഞ്ച് എന്തായിരുന്നു? തോക്കൊക്കെ യൂസ് ചെയ്യുന്നതായിരുന്നു. അയ്യോ തോക്ക്, അത് നാടൻ തോക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അതിന് ആ തോക്കിന് തന്നെ നല്ല വെയിറ്റാ, ഒരു 3-3.5 കിലോയ്ക്ക് മേളിലുണ്ടെന്ന് തോന്നുന്നു ഈ തോക്ക്. ഇത് എടുത്ത് പിടിച്ച് കറക്റ്റ് ഈ ഷോൾഡറിന്റെ ഇവിടെ വെച്ച് ഇങ്ങനെ എനിക്ക് ഫയർ ചെയ്യുന്നത് ഓർക്കുമ്പോൾ എനിക്കിപ്പോഴും പേടിയാ, ഭയങ്കര പേടിയുള്ള കാര്യമാണ് അത്. ബിക്കോസ് അത് ശരിക്കും നിറച്ചിട്ട് നമുക്കൊന്നും പറ്റില്ല, കാരണം ഒരു പെലറ്റില്ലാന്ന് തോന്നുന്നു, അല്ലാതെ അത് നിറച്ച് കഴിഞ്ഞിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ ഈ തീയും പൊരിയും എല്ലാം ഉണ്ട്, ഭയങ്കര ബ്ലാസ്റ്റ് ചെയ്യുന്ന സൗണ്ടും വരും. ഇത് ഭയങ്കര ആറ്റിറ്റ്യൂഡിൽ ഇത് ചെയ്യാന്നുള്ളത് എന്റെ ഈശ്വര എത്ര ടേക്ക് പോയി എന്നുള്ളത് എനിക്കറിയാം. ഹണി ഫ്രണ്ടില്, ഞാൻ ഹണിയുടെ ബാക്കില്, ഹണി വെടിവെക്കുന്നു. അതെ, അപ്പൊ ഞങ്ങള് ഈ വെടിവെക്കുന്നു. അപ്പൊ ഞങ്ങൾ ഭയങ്കര ധൈര്യമുള്ള ആൾക്കാരാണല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ഇതൊക്കെ അപ്പൊ ഇതിന് സൗണ്ട്, നമ്മൾ എത്രയൊക്കെ ആറ്റിറ്റ്യൂഡ് പിടിച്ചാലും ആ ടോന്നുള്ള സൗണ്ട് വെക്കുമ്പോ നമ്മളൊന്നും സൗണ്ട് മാത്രല്ല ഈ തീപ്പൊരി ഫുൾ ഇതിലേക്കൂടെ ഒക്കെ വരും, ഇങ്ങനെ ഫുൾ ഇതിലേക്കൂടെ ഒക്കെ പോകും, നമുക്ക് പറയാൻ പറ്റില്ല. ഇതിന്റെ വെയിറ്റ് ഭയങ്കരമാണ്. ഇതിന് ബാലൻസ് നിൽക്കാന്നുള്ളത് ബാക്കിലേക്കാവും നമ്മളത്, ബാക്കിലേക്ക് കൊടുത്തായിരുന്നു ഒരു ലോഡ് ശവം വീണു. ശരിക്കും പറഞ്ഞ പോലെ ചോരക്കളിയാണ് ആ റെഡ് തീം കറക്റ്റ് ആയത്. അയ്യോ സത്യം, അതൊരു എനിക്ക് ഏറ്റവും പേടിയുള്ള ആ ഒരു കാര്യമായിരുന്നു ഈ മൂവിയില്. പിന്നെ പ്രാക്ടീസ് പറഞ്ഞിട്ടില്ലായിരുന്നു. പ്രാക്ടീസ് ചെയ്താലും ഈ പറഞ്ഞ പോലെ ഇത് നിറച്ചിട്ട് കൊണ്ടുവന്ന് ചിലപ്പോൾ സമയം നമ്മൾ വെക്കുമ്പോൾ അത് ആവത്തില്ല, പിന്നെ അത് വീണ്ടും അങ്ങനെ അത് കുറേ സമയം എടുത്തു അത് ശരിയായി വരാനായിട്ട്. അത് ഒരു ഇത്തിരി ചലഞ്ചിങ് ആയിരുന്നു. ഓക്കെ, ഒരു ഗ്യാപ്പിന് ശേഷമാണല്ലോ റേച്ചലിലേക്ക് വരുന്നത്. അപ്പൊ ആളുകൾ എല്ലാവരും ഇതിനകത്ത് എന്തെങ്കിലും ഉള്ളത് കൊണ്ടായിരിക്കും ഹണി ഇത് കമ്മിറ്റ് ചെയ്തതല്ലോ. ആ ഒരു എലമെന്റ് എന്താ? ആ മൂവി തന്നെ, അതിൻ്റെ ഒരു തീം, അതിൻ്റെ കഥാപാത്രങ്ങൾ, അതെല്ലാം എൻ്റെ ക്യാരക്ടർ മാത്രമല്ല ബാക്കിയുള്ള എല്ലാ കഥാപാത്രങ്ങളും എല്ലാം ഭയങ്കര രസമായിട്ട് ബ്ലെൻഡ് ചെയ്ത് പോകുന്നൊരു സിനിമയാണ് റേച്ചൽ. ആൻഡ് ആനന്ദിനിയെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ആനന്ദിനിയുടെ ഡെബ്യൂ മൂവിയാണ്. പുള്ളിക്കാരി ആദ്യത്തെ സിനിമ ഇത്രയും സീരിയസ് ഒരു സിനിമ ഓർ ഇത്രയും എന്താ പറയുക ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ആനന്ദിനിയിൽ കാണിക്കുന്ന ഒരു ധൈര്യം എന്ന് പറയുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ട് പുള്ളിക്കാരിക്ക് അത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുമുണ്ട്. സോ ഇതൊരു ഞാൻ പറഞ്ഞില്ലേ ഒരു ഫീമെയിൽ ഓറിയന്റഡ് മൂവിയോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലല്ല ഇതൊരിക്കലും ടാഗ് ലൈൻ ചെയ്യപ്പെടേണ്ടത്. ഇതൊരു പക്ക കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഇപ്പൊ പറഞ്ഞല്ലോ, അതായത് നേരത്തെ ആ പ്രസ് മീറ്റിൽ പറയുന്നുണ്ടായിരുന്നു മലയാള സിനിമയിൽ കുറച്ച് വർഷങ്ങളായി കടിച്ചു തൂങ്ങി ഇങ്ങനെ നിൽക്കുന്നു. ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഭയങ്കരമായിട്ട് വൈറലായി പോയി. അപ്പൊ അത് എന്തുകൊണ്ട് പെട്ടെന്ന് അങ്ങനെ പറഞ്ഞു പോയത്? അല്ല, അതാണ് റിയാലിറ്റി. വെറുതെ പറഞ്ഞതല്ല, അതെന്റെ റിയാലിറ്റിയാണ്. കാരണം ഇപ്പൊ ഞാൻ സിനിമ ചെയ്യണം എന്ന് ആർക്കെങ്കിലും ഒരു ആഗ്രഹമുണ്ട്, എനിക്ക് മാത്രമേ അതിന്റെ ആഗ്രഹമുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു സ്പേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടില്ല ഇതുവരെ. സിനിമ കിട്ടാൻ ഈസിയാണ്, പക്ഷെ ഒരു കഥാപാത്രമോ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ഒരു കരിയർ ലിഫ്റ്റ് ചെയ്യുന്ന ഒരു കഥാപാത്രമോ സിനിമയോ വരിക എന്നുള്ളത് അതൊരു ബ്ലെസ്സിങ് തന്നെയാണ്. അത് ഈസി ആയിട്ടുള്ള കാര്യമല്ല. ഇപ്പം ഞാൻ സ്ക്രിപ്റ്റ് കേൾക്കാതിരിക്കുകയോ അല്ലെങ്കിൽ സിനിമകൾ നമ്മളെ സമീപിക്കാതിരിക്കുകയോ ചെയ്യുന്നില്ല, അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ അങ്ങനെയുള്ള ഒരു പൊസിഷനിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ അതൊരു ഈസി ജോബ് അല്ല, ഒരു ഈസി വോക്ക് അല്ല. അത്
അതിന് ഒരു ബ്ലെസ്സിങ്ങും കൂടി, എന്തോ ഒരു ലക്കും ഒരു ബ്ലെസ്സിങ്ങും ഒക്കെ ആവശ്യമുണ്ട്. പിന്നെ അത്യാവശ്യം നല്ല ടാലന്റും ആവശ്യമുണ്ട്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെല്ലാം ഞാൻ ഇമ്പ്രൂവ് ചെയ്ത് വന്ന ഒരു വ്യക്തിയാണ്. അല്ലാതെ ഞാനൊരു ആക്ടറായിട്ടോ ഒന്നും ഇൻഡസ്ട്രിയിൽ വന്ന ഒരാളല്ല. ഞാൻ ഒന്നും അറിയാതെ സിനിമ ഒരു ചെറിയ ആഗ്രഹം എന്നുള്ള രീതിയിൽ വന്നിട്ട് അത് വലിയൊരു പാഷനും വലിയൊരു ആഗ്രഹവും സ്വപ്നവും ഒക്കെ ആയി മാറിയ ഒരാളാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇപ്പോഴും കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. കാരണം ഒരു കയറ്റം ഇറക്കം ഇങ്ങനെയാണ്, ഒരു റോളർ കോസ്റ്റർ ജേണി പോലെയാണ് എൻ്റെ കരിയർ പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റിൽ ഇതേപോലുള്ള റേച്ചൽ പോലുള്ള നല്ല മൂവികൾ എന്നെ തേടി വരുന്നുണ്ട്. അതൊരു എന്താ പറയാ, അതാണ് ഒരു ഇപ്പോഴും ലൈവായിട്ട് നമുക്ക് മിസ് ചെയ്യുന്നില്ല, എപ്പോഴും നമ്മൾ കാണുന്നുണ്ടല്ലോ ഇനി കടിച്ചു നോക്കേണ്ട വരത്തില്ല. അങ്ങനെ സംഭവിക്കട്ടെ ചേട്ടന്റെ നാവുമ്പന്നാവട്ടെ. ഓക്കെ, 2011 മുതൽ ഇൻഡസ്ട്രിയിലുണ്ട്. അപ്പൊ ഇത്രയും വർഷങ്ങളായിട്ട് ഇങ്ങനെ ഇത് സസ്റ്റെയിൻ ചെയ്ത് പോകുന്നത് എങ്ങനെ? അതങ്ങനെ പോകുന്നതല്ല, അത് കാലം ഇങ്ങനെ ഈ ടൈം ഇങ്ങനെ മൂവ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ മൂവ് ചെയ്തല്ലേ പറ്റുള്ളൂ. സസ്റ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ ഞാൻ ദൃശ്യം റിലീസായതിനു ശേഷം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ, അതിൻ്റെ തമിഴും തെലുങ്കിലും വേർഷനിൽ ഞാൻ ചെയ്തു. അതിനുശേഷം എനിക്ക് തെലുങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റീസ് കിട്ടി. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്നെ സംബന്ധിച്ച് മലയാളത്തിൽ അത് അങ്ങനെ ഒരു ക്യാരക്ടറിനെ ബ്രേക്ക് ചെയ്തുള്ള റോള് വരാഞ്ഞ സമയത്ത് ഓഫ് കോഴ്സ് നമ്മൾ ചൂസ് ചെയ്യുന്നത് നെക്സ്റ്റ് ലാംഗ്വേജാണ്. നമുക്ക് എന്ത് വരുന്നു നമുക്കത് ചെയ്യാമെന്നുള്ളതാണ്. അല്ലാതെ നമ്മളെ തേടി ആരും അങ്ങനെ ഇന്ന റോള് റോഷന് കൊടുക്കാം, അല്ലെങ്കിൽ ഇന്ന ക്യാരക്ടർ ഒരാളൊരു കഥ എഴുതുമൊന്നും അങ്ങനെ ഒരിക്കലും നമ്മളെപ്പറ്റി ചിന്തിക്കത്തില്ല. നമ്മൾ അങ്ങനെ ചിന്തിക്കണമെങ്കിൽ നമ്മൾ അതുപോലെ ഒരു ആക്ടറായിട്ട് വളരണം. അപ്പം അതുവരെ നമ്മൾ എന്ത് എന്നുള്ളതൊരു ചോദിച്ചു തന്നെയായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെ അതിനുവേണ്ടി പാകപ്പെടുത്തേണ്ട എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് വേണ്ടിയിട്ട് ഞാൻ റിസർച്ച് ഒന്നും നടത്തിയില്ലെങ്കിലും നമ്മൾ സ്വാഭാവികമായിട്ടും പലരുടെ എക്സ്പീരിയൻസ് നമുക്ക് മനസ്സിലാക്കിയെടുക്കും. അങ്ങനെ നമ്മൾ കുറച്ച് പടങ്ങൾ തമിഴിലും തെലുങ്കിലായിട്ട് ചെയ്തു. ഇപ്പോൾ തെലുങ്കിൽ ഞാനൊരു വലിയൊരു, അതായത് സുമന്ത് ആർട്സ് പ്രൊഡക്ഷൻ എന്നാണ്, അതായത് പ്രഭാസനെയും മഹേഷ് ബാബുവിനൊക്കെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്ത ഒരു പ്രൊഡ്യൂസറാണ് സുമന്ത് ആർട്സ്. അവരുടെ ബാനറിൽ ഒരു പടം, ഒരു ആക്ഷൻ ഹീറോ പടം ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞു. അതിൻ്റെ ഇടയിലാണ് റേച്ചലും പരിപാടികളൊക്കെ വരുന്നത്. പക്ഷേ എനിക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള സിനിമ റേച്ചലാണ്. എന്നെ ഇങ്ങനൊരു രൂപത്തിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല. ഞാൻ വളരെ കുറച്ച് സിനിമകൾ ചെയ്തിട്ടെങ്കിലും പക്ഷേ ഇതുപോലൊരു കഥാപാത്രം കണ്ടിട്ടുണ്ടാവും. വളരെ ഒരു റൂറൽ ആയിട്ടുള്ള ഒരു റോളാണ്. അതായത് ഈ കൈലിമുണ്ടും ഈ വളരെ മുഷിഞ്ഞ വസ്ത്രവും മുടിയും ചീകാത്ത മുടിയും എൻ്റെ ക്യാരക്ടർ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു മേക്ക് ഓവറാണ് ഞാൻ റേച്ചലിൽ ചെയ്തിരിക്കുന്നത്. സോ മേക്ക് ഓവർ വൈസ് നോക്കുമ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. പക്ഷെ അത് ഈ സിനിമയോടെ എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഈ സിനിമയ്ക്കും ഇതിനും എനിക്ക് ഗുണം ചെയ്യുമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആ മേക്കപ്പിന്റെ കാര്യത്തിൽ അവർ ഭയങ്കര പെർട്ടിക്കുലർ ആയിരുന്നു. കാരണം അങ്ങനെ പറയാം, നമുക്ക് മേക്കപ്പ് ആയിട്ട് ഫീൽ ചെയ്യരുത്, അത് സ്കിന്ന് പോലെ തന്നെ ഇരിക്കണം. അത് നമ്മൾ ഒരു തരത്തിലും ഈവൻ ഡള്ളാക്കുകയാണെങ്കിൽ പോലും അത് മേക്കപ്പ് ചെയ്ത് ഡള്ളാക്കിയ പോലെ ഒരു സാധനം ഫീൽ ചെയ്യരുത്. നിങ്ങളുടെ നാച്ചുറൽ സ്കിന്ന് പോലെ തന്നെ ഇരിക്കണം. കാരണം അങ്ങനെ ആളുകളുടെ കഥയാണ്. മേക്കപ്പ് ഇല്ലാത്ത നമുക്കൊരു ടെൻഷൻ അല്ല ആക്ച്വലി. ആദ്യത്തെ ദിവസങ്ങളിൽ ഭയങ്കര ടെൻഷനിലായിരുന്നു. കാരണം ഈ മേക്കപ്പ് ഇല്ല ഞാൻ എങ്ങനെ വരും, എന്റെ റിയൽ രൂപം കണ്ടു കഴിഞ്ഞാൽ ആരാധകർ മേക്കപ്പേ ചെയ്യാറില്ല. ജോയിച്ചേട്ടൻ അപ്പോഴേ എന്നോട് ചായ വേണോന്ന് ചോദിച്ചു, ചായ ഓഫർ ചെയ്തു, ഞാൻ നോ പറഞ്ഞു. അതിന്റെ പ്രതിഷേധമാണ്. ചേട്ടന്റെ ആരാധകരോട് ശാന്തരാവുക. അല്ല, ടെൻഷൻ ഉണ്ടായിരുന്നു മേക്കപ്പ് ഇല്ലാതെ എങ്ങനെ വരും? മേക്കപ്പ് ഞാൻ എന്റെ ആദ്യ സിനിമയിലെ മേക്കപ്പ് ഇല്ല, എന്റെ മേക്കപ്പ് ഇല്ലാതാണ് ആദ്യം മുതൽ കണ്ടു തുടങ്ങിയത്. എനിക്ക് ടെൻഷൻ ഇല്ല. സത്യം. എന്നെ അപ്പനും ഇതേ സെയിം സാധനമായിരുന്നു എനിക്കും. അപ്പൻ ചെയ്യുന്നതിന്റെ മുന്നേ ഓഡിഷന് വരാൻ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞു, കൊച്ചിയിൽ തന്നെ വേറൊരു സ്ഥലത്തായിരുന്നു ഓഡിഷൻ. അപ്പൊ എന്നോട് പറഞ്ഞു ഒരു മേക്കപ്പും ചെയ്യരുത്, ഒന്നും മേക്കപ്പ് ഉണ്ടാവരുത് എന്ന് പറഞ്ഞു. ഞാൻ അതുവരെ അങ്ങനെ പുറത്തു പോയിട്ടില്ല. നമ്മളിപ്പോ ഒന്ന് കണ്ണെഴുതിയിട്ടെങ്കിലും ലിപ്സ്റ്റിക് എങ്കിലും ഇട്ടിട്ട് ആണല്ലോ ഒന്ന് പുറത്തു പോകുന്നത്. ഇത് ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് അങ്ങനെ മേക്കപ്പ് ചെയ്യാതെ പോകുന്നത്. പിന്നെ ഈ സിനിമ മൊത്തത്തിൽ ഇങ്ങനെ ചെയ്തു വന്നപ്പോ മനസ്സിലായി ഇതിൽ ഒരു മേക്കപ്പ് ഉണ്ടാവില്ല. ഈവൻ ലിപ് ബാം പോലും തുടപ്പിക്കും എന്നുള്ളത്. ഒന്ന് ഫ്രഷ് ആക്കി വിടും. ഒരു സീനില് ഞാൻ എന്റെ മുടി ഇച്ചിരി ഒന്ന് ചീകിപ്പോയി. അതിനന്ന് അവിടെ ഉണ്ടായ പ്രശ്നം അത് ഭയങ്കര ഭീകരമായിരുന്നു ആ പ്രശ്നം. കാരണം അവർക്ക് ആ ക്യാരക്ടറിന് ചെറിയ രീതി നമ്മൾ ഡീവിയേറ്റ് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അത്രയും ആക്ച്വലി മൈന്യൂട്ട് സാധനങ്ങൾ പോലും ഇങ്ങനെ ശ്രദ്ധിച്ചാണ് ആ കഥാപാത്രം, എല്ലാ കഥാപാത്രങ്ങളും. ഏകദേശം ഒരു 1 year മുമ്പ് ടീസർ ഇറങ്ങി, പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് സിനിമ ഇറങ്ങുന്നത്. അപ്പൊ അതിന്റെ എന്തെങ്കിലും ഒരു കാലഘട്ടം എനിക്ക് മാത്രം മേക്കപ്പ് ചെയ്തോളാൻ പറഞ്ഞു. ആ ക്യാരക്ടറിന് അത്ര സൗന്ദര്യം വേണ്ട, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. ട്രെയിലർ കണ്ടില്ലേ? ഞാനാണോ ഇത്? കുറച്ച് പ്രായം കൂട്ടിയിട്ട് അതുകൊണ്ട് ചേട്ടൻ മാത്രം സെറ്റിൽ ഞാൻ അവിടെ മാത്രം, എനിക്ക് മാത്രം മേക്കപ്പ്, എനിക്ക് മാത്രം മേക്കപ്പ്.
കോമഡി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം, അതോ ഇതുപോലാണ്? അങ്ങനെയില്ല, എന്നാലും പക്ഷെ ഇത്തരത്തിലൊരു വേഷം ഞാൻ ആഗ്രഹിച്ചിരുന്നതായിരുന്നു. കാരണം ഞാൻ ഇതുവരെ ചെയ്ത സിനിമകളിലെല്ലാം ഒരു എന്താ പറയുക, ഒരു മാന്യനായ മനുഷ്യന്റെ ഒരു റോളുകളാണ് എനിക്ക് ഇതുവരെ ലഭിച്ചത്. അപ്പം കുറച്ച് ഒരു മാന്യത വിട്ടിട്ടുള്ള ഒരു ക്യാരക്ടർ ചെയ്യുന്നത് ഞാൻ ഇങ്ങനെ ആഗ്രഹിച്ചു. ആ സമയത്താണ് ഇങ്ങനൊരു കഥാപാത്രം, ഒരു ഉഴപ്പൻ ജോസഫ് എന്ന് ആണ് കഥാപാത്രത്തിന്റെ പേര്. ഹണി എന്നെ പറപ്പിക്കുന്നുണ്ട്. ഭയങ്കര രസമായിട്ടുള്ള ഒരു സീനാണ് അത് ആ മൂവിയില്. അത് ഞാൻ മറ്റേ ആ വണ്ടിക്ക് വട്ടം വെക്കുന്ന ഒരു സീൻ നിങ്ങൾ രണ്ടുപേരും കൂടെ വണ്ടി വന്നിട്ട് ഇങ്ങനെ ചവിട്ടി നിർത്തുന്ന. അങ്ങനെ ഒരുപാട് വട്ടം വെക്കുന്ന പരിപാടി ഉണ്ട് ഇതിന്റെ അകത്ത്. ഹണി എന്നോട് വന്ന ഡയലോഗൊക്കെ സിനിമ കാണുമ്പോൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോണം കേട്ടോ, ഇപ്പൊ പറയുന്നില്ല. അതുപോലത്തെ സംഭവം ട്രോളായിട്ട് വരാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോ. ചേട്ടനല്ല മറ്റേ നിർത്തിയൊന്ന് അപമാനിച്ചതിന് ശേഷം വരാൻ പോകുന്നതാണ്. ഇല്ല, അതിനകത്ത് ഹണിക്കാ ഡയലോഗ്, ഞാൻ ഓടുന്നേ ഉള്ളൂ. അല്ല, ചേട്ടന്റെ എക്സ്പ്രഷൻ ആണ്, വാരി വിതറാണ്. ഭയങ്കര രസമായിട്ട് ചേട്ടൻ അത് എല്ലാം ആ സീക്വൻസ് എല്ലാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കൊരു ഗെയിമിലേക്കോ. അത് ഭയങ്കര എളുപ്പമുള്ള ഗെയിം, പേടിക്കല്ലോ. അതായത് ഞാൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് ഒരു ബന്ധമില്ലാത്ത ആൻസർ നിങ്ങൾ പറഞ്ഞത് ഈസി അല്ലേ? ഓക്കെ, അതാണല്ലോ ഞങ്ങൾ ചെയ്തോണ്ടിരിക്കുന്നത്. അല്ല, സത്യം പറഞ്ഞാൽ അതാണ്. ഇവര് ചോദ്യം ചോദിച്ചിട്ട് ഞാൻ ഇത് കേട്ട് കഴിഞ്ഞിട്ട് മറന്നുകൂടെ ചോദ്യം എന്താ, പിന്നെ അത് ചോദിക്കാൻ കഴിയില്ലാത്തതുകൊണ്ട് അതിലേക്കൂടെയൊക്കെയോ കയറി എവിടെയൊക്കെയോ കൊണ്ടേ നിർത്തും. ഒരുവിധ കറക്റ്റായ ആൻസർ ആയിരുന്നു, ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, ചേട്ടന് അവിടുന്ന് സ്റ്റാർട്ട് ആണ്, ഇവിടുന്ന് സ്റ്റാർട്ട് ആണ്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എന്താണ് സംഭവം? ഓ ശരി ശരി. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ വെക്കുമ്പോ പച്ചക്കറി വാങ്ങിക്കാൻ പോയതാ അങ്ങനെ പറയൂലേ? അങ്ങനെ ബിഗ് ബോസ് കാണാറുണ്ടെന്ന് തോന്നുന്നു. ബിഗ് ബോസ് പോകാൻ താല്പര്യമുണ്ടോ? എനിക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കോൾ വന്നിട്ടുണ്ട്. പോയില്ല. എന്ത് പറ്റി? എന്തൊക്കെയാണ് വിശേഷം? ഫുട്ബോളുകളി ഇഷ്ടമാണ്. ഇന്നലെ എന്താ കഴിച്ചേ? ഇന്നലെ കഴിച്ച കുട്ടിയും കോലും. സിനിമയ്ക്ക് പോകാൻ ഇഷ്ടമാണോ? ചപ്പാത്തി തിന്നു. ഇഷ്ടപ്പെട്ട ആക്ടർ? സച്ചിൻ ടെണ്ടുൽക്കർ. ഇത് ഈ ഒരാളെ തന്നെയാണോ? ഇങ്ങനെ പോവാണെങ്കിൽ എളുപ്പമില്ലേ? അപ്പൊ നമുക്ക് ആലോചിക്കാൻ സമയം കിട്ടും. ഹണിറോസ് സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു? കേട്ടില്ല. ഹണിറോസ് സിനിമയിൽ എങ്ങനെയുണ്ടായിരുന്നു ആക്ടിങ്? ഷാരൂഖ് ഖാൻ അപ്പുറം ഉണ്ടായിരുന്നു. ആരാധകരോട് എന്താണ് പറയാനുള്ളത്? റേച്ചല് 29-ാം തീയതി കറക്റ്റ് ഉത്തരം കൊടുത്തു. കറക്റ്റല്ല, തെറ്റാ ഉത്തരം കൊടുത്തത്. ആരാധകരോട് ഓൾറെഡി പറയാറുണ്ടല്ലോ. ഒരു ചാൻസും കൂടെ കൊടുക്കും. ഞാൻ ഭയങ്കര ജെനുവിനാ, അപ്പൊ എനിക്ക് അങ്ങനെ വരത്തുള്ളൂ. എന്ത് ചെയ്യാൻ പറ്റും? വേറെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഉദ്ഘാടനങ്ങൾക്ക് പോകുമ്പോ ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് എന്താണ്? ഈ ടോപ്പ് നല്ല രസമായിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ഭക്ഷണം? പല്ലും നല്ല രസമായിട്ടുണ്ട്. അതാ എളുപ്പമുണ്ട്. ഇഷ്ടപ്പെട്ട ആക്ട്രസ്? ഇവിടെ എന്ത് രസാ. റോഷന്റെ അഭിനയത്തെ കുറിച്ച് എന്താ അഭിപ്രായം? ഓ, കണ്ണിൽ ലെൻസ് വെച്ചിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് ആളുകൾ എപ്പോഴും കമന്റ് ചെയ്യാറില്ല, അതിനെ പറ്റി എന്താ അഭിപ്രായം? പാന്റ് നല്ല രസമായിട്ടുണ്ട്. ഓക്കെ, ഈ സൗന്ദര്യത്തിന്റെ രഹസ്യം? ഈ ചെരുപ്പ് ഇവിടുന്നാ വാങ്ങിച്ചേ? എനിക്ക് ലാലേട്ടനെ പറ്റി എന്താ അഭിപ്രായം? ലാലേട്ടനെ പറ്റി ചരട്, കാലിലെ ചരട് എന്താ അത്? അതൊക്കെ നീ ബുക്ക് അപ്പൻ സിനിമ ചെയ്തതിനു ശേഷം ഉണ്ടായ മാറ്റം? ആ ലൈറ്റ് ഓഫ് ആക്കാനാണ് പറ്റാത്തത്. സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇന്നലെ ഉച്ചയ്ക്കോ? ഞാൻ ഉണ്ടായിരുന്നില്ല. റോഷൻ വിളിക്കാന്ന് പറഞ്ഞിരുന്നു, പക്ഷെ ഇപ്പൊ പോയി കാണും. അത് ദൃശ്യ സിനിമ എത്രയാണ് കണ്ടു? അത് IPL RCB ജയിച്ചെന്ന് തോന്നുന്നു. ഓക്കെ, ക്രിക്കറ്റിനെ കുറിച്ച് എനിക്ക് അറിയാൻ അറിയില്ല, എന്തെങ്കിലും കമന്റ് ചെയ്യാൻ പറ്റുമോ? മെസ്സിയോ? റേച്ചൽ സിനിമയെ കുറിച്ച് എന്താ പറയാനുള്ളത്? ഞാൻ ഇന്നലെ ഉറങ്ങാൻ ലേറ്റ് ആയി പോയിടാ. ഹണിറോസ് ആയിട്ടുള്ള കോംബോ സീൻസ് എങ്ങനെയുണ്ടായിരുന്നു? അർണോൾഡിന്റെ ഒരു പടം ഇറങ്ങിയിട്ടുണ്ട്, നമുക്ക് നാളെ തന്നെ പോയാലോ?
സിനിമയ്ക്ക് ഓക്കെ ഇഷ്ടപ്പെട്ട ഫുഡ് കുടി ടൈം പോയാ പോയി ഒരു സെക്കൻഡ് മാറും. ഓക്കെ അതാണ് കൊള്ളായിരുന്നു. Yes, ഒരു ചേട്ടൻ കുറച്ചുകൂടെ അതായത് അതെ, 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 പക്ഷെ തിരുവനന്തപുരം. correct ആയിട്ട് ഹണി ആയിരുന്നു അതെ, ഞാൻ ഈ ഒരു മീറ്റർ പിടിച്ച് അങ്ങനെ നിങ്ങളെ ഒരാളെ പിടിച്ചു. അല്ലെങ്കിൽ യുദ്ധത്തിൽ ആദ്യം ചെല്ലുന്നവൻ എരയാ. ഓക്കെ. അപ്പൊ നമ്മൾ റേച്ചൽ സിനിമയിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ ഇപ്പൊ ഇതൊരു ഫുൾ വയലൻസ് മൂവിയാണല്ലോ. അപ്പൊ നമുക്ക് ഞാൻ കേട്ടിട്ടുണ്ട് ഈ സെറ്റില് കോമഡി മൂവീസ് ആണെങ്കിൽ ആ ഒരു മൂഡായിരിക്കുന്നു. അപ്പൊ ഇതിന്റെ സെറ്റ് എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞില്ലേ നല്ല അപ്പൊ അതായത് വയലൻസ് സീനിൽ വരുമ്പോഴേ ഉള്ളൂ, ബാക്കിൽ കോമഡിയാണ് നടക്കുന്നത്. ബിക്കോസ് എസ്പെഷ്യലി ഞങ്ങളെ കോമ്പിനേഷൻ ഒക്കെ ഞങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഭയങ്കര തമാശയായിരുന്നു. തമാശ മീൻസ് ഞങ്ങൾ ഭയങ്കര സീരിയസ് ആയിട്ടാണ് ചെയ്യുന്നത്. അത് കാണുന്നവർക്ക് തമാശയായിരിക്കും. ഓക്കെ. അങ്ങനെ കുറെ ടേക്ക് ഒക്കെ പോകേണ്ടി വന്നിട്ടുണ്ടോ? എനിക്ക് കൂടുതൽ പോകേണ്ടി വന്നില്ല. രാജശേഖരൻ മാസ്റ്റർ ആയിരുന്നു നമുക്ക് ഫൈറ്റിന്. അപ്പൊ സാർ ഇങ്ങനെ പറയും എന്നമാ പണ്ട് അതിലൊരു സീൻ മാസ്റ്റർ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫൈറ്റ് സീക്വൻസ് ഒക്കെ എടുക്കുന്ന ആളാണ്. ഭയങ്കര ഒരു ഡമ്മി സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഒരാളെ അടിക്കുന്നു. ആകെ അടി ഇടി തട പഠിച്ചു. അത് കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു സെറ്റിൽ അടി കിട്ടാത്ത ഒരു മനുഷ്യനില്ല. ക്യാമറ എല്ലാവർക്കും കിട്ടി. അതൊരു വീശുന്ന സമയത്ത് എവിടുന്നാ അടി വരാന്നൊന്നും ഫ്രണ്ട് ആയതുകൊണ്ട് ഹടി രക്ഷപ്പെട്ടു. അപ്പൊ ഒരു ഡമ്മി സ്റ്റിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ട് അടിക്കണം. അപ്പൊ ഈ ഡമ്മി ആണെങ്കിലും അയ്യോ നോവൂലേ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. താഴെ കിടക്കുന്ന ഒരു മനുഷ്യനാണല്ലോ. അപ്പൊ ഇങ്ങനെ മാസ്റ്റർ പറഞ്ഞ നല്ലോണം അടി ഫീൽ ചെയ്യണം, നല്ല പവറിൽ അടിക്കണം. അപ്പൊ എനിക്കിങ്ങനെ അയ്യോ എങ്ങനെയാ നമ്മൾ ഒരാളെ തല്ല. അപ്പൊ ഞാനിങ്ങനെ അയ്യോ നോവും എന്നുള്ള രീതിയിൽ തല്ല. അപ്പൊ സാർ ഇങ്ങനെ വന്നിട്ട് എന്നമ്മാ പണ്ട് എന്നിട്ട് എന്നെ വിളിച്ച് ക്യാമറയിൽ കാണിച്ചു. അപ്പൊ ക്യാമറയിൽ ഞാൻ ചെയ്യുന്ന സമയത്ത് ഹോയ് ഹോയ് അങ്ങനെ കുറെ ഫൈറ്റ് ആക്ച്വലി കുറെ ടേക്സ് എനിക്ക് പോകേണ്ടി വന്നു. ഒന്നാമത് ഈ പറഞ്ഞ പോലെ ശരിക്കും അടിച്ചോളാൻ പറഞ്ഞിട്ട് ഒരു അടി കൊണ്ടു. അപ്പൊ അതിന്റെ പിന്നെ ആ പാട് മാച്ച് ചെയ്യാൻ വേണ്ടിട്ട് കുറച്ച് കഴിയുമ്പോ പാട് കുറച്ച് കഴിയുമ്പോ പോവല്ലോ. പിന്നെ അതിന്റെ ആ വര മേക്കപ്പ് ഇടണം. അങ്ങനെ ഫൈറ്റിന്റെ ഞാൻ കുറച്ച് കൂടുതൽ സമയം എടുത്തിട്ടുണ്ട്. ഓക്കെ. ഓക്കെ. ഈ സിനിമയിൽ വന്നതിന് ശേഷം ഹണിക്കുണ്ടായ ഒരു എക്സ്പീരിയൻസ് അത് ഒരു നെക്സ്റ്റ് ചാപ്റ്ററിന് ഒരു സ്റ്റാർട്ടിംഗ് ആയി അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമോ സാഹചര്യമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഒരു കഥാപാത്രത്തെ കുറച്ചും കൂടി നമുക്ക് പഠിക്കുന്ന രീതിയിലൊക്കെ റേച്ചൽ എനിക്ക് തോന്നുന്നു ഒത്തിരി ഒരു ചേഞ്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഈവൻ അത് ഇപ്പം ആനന്ദിനിയുടെ ഒരു ഗൈഡൻസ് ആയാലും എബ്രിഡ് ഷൈൻ സാർ, അദ്ദേഹത്തിൻ്റെ പേര് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിയാണ്. കാരണം അദ്ദേഹം ബിഗിനിങ് തൊട്ട് ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്തും അദ്ദേഹത്തിൻ്റെ ഒരു ഹെൽപ്പും സപ്പോർട്ടും ഗൈഡൻസും ഒക്കെ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്ഫുള്ളായിരുന്നു. ഈവൻ ഈ കഥാപാത്രത്തെ മനസ്സിലാക്കാനും അതിൻ്റെ ഡയലോഗ് മോഡുലേഷന് അദ്ദേഹത്തിന്റെ സിനിമകൾ കാണുമ്പോൾ നമുക്കറിയാം ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ടുള്ള റോ ആയിട്ടുള്ള എങ്ങനെയാണോ നമ്മൾ സാധാരണ സംസാരിക്കുന്നത്. ഇപ്പം ആക്ഷൻ ഹീറോ ബിജു അങ്ങനെയുള്ള മൂവീസ് കാണുമ്പോൾ അറിയാം അതേ ഒരു രീതി തന്നെയാണ് നമ്മുടെ റേച്ചിലും പിടിച്ചേക്കുന്നത്. ഭയങ്കര റിയലായിട്ട് റോ ആയിട്ട് നമ്മൾ നോർമലി എങ്ങനെ സംസാരിക്കുമോ അങ്ങനെ ആവണം എന്നുണ്ടായിരുന്നു. അപ്പം അതിൽ കുറച്ച് മസിൽ പിടുത്തം അല്ലെ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും അദ്ദേഹം പറഞ്ഞു തരും, അല്ലെങ്കിൽ ആനന്ദിനി കൃത്യമായിട്ട് ഒന്ന് പറഞ്ഞു തരും ഇത് അങ്ങനെയല്ല, നമുക്ക് അങ്ങനെയല്ല വേണ്ടത് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കഥാപാത്രത്തെ മനസ്സിലാക്കാനും ഒരു ആക്ടർ എന്നുള്ള രീതിയിൽ കുറേയും കൂടി ഒരു എന്താ പറയുക അതിൽ ഇൻവോൾവ് ചെയ്യാനും ഒക്കെ ഒത്തിരി സഹായിച്ചിട്ടുള്ളൊരു മൂവിയായിരുന്നു റേച്ചൽ. ഞാൻ നേരത്തെ കോമഡി ആയിട്ട് ചോദിച്ചാണെങ്കിൽ ഇപ്പൊ ഞാൻ കൈയിട്ട് ചോദിച്ചു, ഇനോഗ്രേഷനിൽ ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ട് അല്ലെങ്കിൽ മോസ്റ്റ് ഈ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പാട്ട് ഏതാ? ഇന്ററാക്ഷൻ ആളുകളിൽ. യെസ്, അവിടെ നമ്മൾ ആ വണ്ടിയിൽ ചെന്ന് ഇറങ്ങുമ്പം നമുക്ക് വേണ്ടി അവിടെ കാത്തു നിൽക്കുന്ന ആളുകളെ കാണുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സന്തോഷവും ഒരു ബ്ലെസ്സിങ്ങും. അത് ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. ആ ഒരു ഇൻട്രാക്ഷൻ, ആ ഒരു സ്നേഹം, ആ ഒരു വൈബ് ഒക്കെ. പക്ഷെ പൊതുവേ ഞാൻ കുറച്ചൊരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള, എനിക്കങ്ങനെ ഈ ഇനാഗ്രേഷൻ അല്ലാതെ ഒരു ക്രൗഡിൻ്റെ ചിലപ്പോൾ ഒരു അവാർഡ് ഷോ ഒക്കെ പോയി നിന്നാൽ എനിക്ക് ഭയങ്കര ശ്വാസം മുട്ടില്ല. എനിക്ക് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം എന്നുള്ള ഒരു ഫീലാണ് വരാറുള്ളത്. പക്ഷേ ഇതേപോലെ അതല്ല, ഒരു ഷോയുടെ ക്രൗഡിനെയോ ആ ഷോയോ ഒന്നും ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരാളല്ല. പക്ഷെ ഇനോഗ്രേഷന്റെ ക്രൗഡ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളിപ്പോൾ ചില സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പോകും, ഫംഗ്ഷനൊക്കെ ആയിട്ട് പോകുമ്പോൾ ഏറ്റവും സുഖമുള്ള പരിപാടി അതാണ്. കാരണം നമ്മളായിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ടാസ്ക്കാണ്. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചോദ്യം ചോദിക്കുമ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുത്താൽ മതിയല്ലോ. ഒരു ചോദ്യം നമുക്ക് അവിടെ നിന്ന് കിട്ടിയാൽ റിട്ടേൺ ആയിട്ട് സംസാരിക്കാൻ പറ്റും. ഇറ്റ്സ് വെരി ഈസി. നമ്മളിരുന്ന് ഇങ്ങനെ പ്രിപ്പയർ ചെയ്ത് പോകുന്നൊക്കെ ഭയങ്കര ചടങ്ങാണ്. അങ്ങനെ പറഞ്ഞാൽ നേരത്തെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെ സാഹചര്യം സമ്മതിക്കുന്നില്ല ഇൻട്രോവേർട്ട് ആവാൻ. സിനിമ എനിക്ക് അങ്ങനെ നിൽക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ. അതായത് ഇപ്പൊ 2005 ബോയ് ഫ്രണ്ട് ഇറങ്ങുന്നത് വിനയൻ സാറിന്റെ മൂവിയാണ്. അത് കഴിഞ്ഞ്
ബോഡി ട്രാൻസ്ഫർമേഷൻ അത് ബോധപൂർവ്വം അങ്ങനെ ചെയ്തതാണോ? ഓർ അതായത് ഇപ്പൊ എല്ലാവരും ഈ സിനിമയിൽ വരുമ്പോ പ്രത്യേകിച്ച് നമ്മൾ ആക്ടേഴ്സ് ബോഡി നോക്കും, അങ്ങനെ വന്നു പോയതാണോ? അതിന്റെ ഒരു ഇമ്പോർട്ടൻസ് എങ്ങനെ വന്നേ? വയസ്സും പ്രായമൊക്കെ ആവുമല്ലേ, അതിനുള്ള മാറ്റം വരില്ലേ? ഈ 2005 എന്റെ പ്രായമല്ലല്ലോ ഞാൻ ഇപ്പൊ ഇരിക്കുമ്പോ. അതിനുള്ള ഡിഫറൻസ് വരും. പ്രായമായിട്ട് നമുക്ക് തോന്നുന്നില്ല. കൂടുതൽ കൂടുതൽ ഭംഗിയല്ലേ? ശരിയല്ലേ? അല്ല, ഞാൻ ചെറുതായിട്ട് വരികയാണ്, അത് വേറെ കാര്യം. പക്ഷെ സ്റ്റിൽ ഹെൽത്ത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരാളാണ്. പക്ഷെ ഇടയ്ക്ക് കുറച്ച് നന്നായിട്ട് വെയിറ്റ് ഗെയിൻ ചെയ്തു. കാരണം നന്നായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ വണ്ണം വെച്ചതാണ്. പിന്നെ അത് കുറയ്ക്കാനുള്ള ഒരു കാര്യമായിട്ടുള്ള ശ്രമം ഉണ്ടായിരുന്നു. കാരണം അത് വണ്ണം വെച്ച് കഴിയുമ്പോൾ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി പോകും, നമ്മുടെ ഹെൽത്തിന് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ വരും. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഡെഫിനറ്റ്ലി ഉണ്ടാവും. സോ അത് ശ്രദ്ധിക്കുന്നുണ്ട്. ഇപ്പം കുറച്ച് ബെറ്ററായി വന്നോണ്ടിരിക്കുന്നു. ഓക്കെ. ഇനി ആരാധകർ കാത്തിരുന്ന ആ ചോദ്യം, ഹണി റോസിന്റെ കല്യാണം അല്ലെങ്കിൽ വിവാഹം നമ്മളെപ്പോ പ്രതീക്ഷിക്കണം? ആൻസർ ഒരു ചെറുക്കനെ കിട്ടാനുണ്ട് എനിക്ക്. അത് കഴിയുമ്പോൾ ആലോചിക്കാം. ഓക്കെ. റേച്ചൽ പ്രേക്ഷകർക്കായിട്ട് എന്തൊക്കെയാണ് കാത്തുവെച്ചിരിക്കുന്നത് ചേട്ടാ? മികച്ച മലയാളത്തിലെ കുറച്ച് കഥാപാത്രങ്ങൾ, നല്ലൊരു അന്തരീക്ഷത്തിൽ ക്രിയേറ്റ് ചെയ്ത ഒരു നല്ല സിനിമ. കൊല്ലംകോടായിരുന്നു ഇതിന്റെ ലൊക്കേഷൻ. പാലക്കാട് ആയിരുന്നു. അപ്പം കൊല്ലംകോട് പോയിട്ടുണ്ട്. വളരെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലം. റീൽസിലൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ ഇപ്പൊ ആ സ്ഥലം. അവിടെയൊക്കെ വെച്ചല്ലോ. കൊല്ലങ്കോട്, പാലക്കാട്, പാലക്കാട് ഏരിയ ആണ് അല്ലേ? നെല്ലിയാമ്പതി. നെല്ലിയാമ്പതി. ഒരു കാളച്ചന്തയൊക്കെ ഭയങ്കര സെറ്റ് വർക്കുകളൊക്കെ ഉണ്ടെങ്കിലും ആ അന്തരീക്ഷം അതുമായിട്ട് മാച്ച് ആയതുകൊണ്ട് നമുക്ക് സെറ്റ് വർക്കായിട്ടൊന്നും നമുക്ക് തോന്നത്തേയില്ല. അപ്പം എനിക്കൊന്ന് ഹണിയുടെ ആണെങ്കിലും രാധികയാണെങ്കിലും എല്ലാവർക്കും എനിക്കാണെങ്കിൽ പോലും നല്ലൊരു കഥാപാത്രത്തെ തന്ന മികച്ച ഒരു ദൃശ്യാനുഭവം തന്നെയായിരിക്കും റേച്ചൽ സിനിമയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഓക്കെ. രാധികയ്ക്ക് വീട്ടിൽ പോയിട്ട് വരായിരുന്നോ? ഇല്ലില്ല, നമ്മളെല്ലാവരും ഒരേ സ്ഥലത്ത് തന്നെയായിരുന്നു. കാരണം കൊല്ലങ്കോട് ഷൂട്ടിംഗ് ലൊക്കേഷൻ ആയിരുന്നെങ്കിലും എന്റെ വീട് അവിടുന്ന് ഒരു 1.5 മണിക്കൂറൊക്കെ പോണം. അപ്പൊ ഞാൻ വീട്ടിൽ പോയി വന്നാൽ ഞാൻ രാവിലെ അത്രയും നേരത്തെ എഴുന്നേക്കണം തിരിച്ചിങ്ങോട്ട് വരാൻ. അപ്പൊ അതുകൊണ്ട് ലൊക്കേഷന്റെ അടുത്തുള്ള ഹോട്ടലായും നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുക. പക്ഷെ വീട്ടിൽ പോയിട്ട് വന്നില്ല, അവിടെ തന്നെ ആയിരുന്നു എല്ലാവരും കൂടി. ചില കഥാപാത്രങ്ങൾ സിനിമ കഴിഞ്ഞാലും നമ്മളെ വിട്ട് പോവാൻ പാടാണ്. റേച്ചൽ അങ്ങനായിരുന്നു? റേച്ചൽ തീർച്ചയായിട്ടും. കാരണം അത്രയും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുത്തിട്ടുണ്ട്, ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്, കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പം ഇതിൽ ഞാൻ കണ്ടിന്യൂസ് ഒരു ജീപ്പ് ഓടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആളാണ്? ഡ്രൈവിംഗ് അറിയാം, പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമുണ്ടെന്നൊന്നും പറയാൻ പറ്റത്തില്ല. എനിക്ക് ഇച്ചിരി പേടിയും എനിക്ക് വണ്ടിയിൽ വെറുതെ ഇരുന്ന് എൻജോയ് ചെയ്ത് കാഴ്ചയൊക്കെ കണ്ടു പോകുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. പക്ഷെ ആ ജീപ്പ് എനിക്ക് ഇഷ്ടമായി, അത് നല്ല രസമായിരുന്നു. അതില് പിന്നെ ഓഫ് റോഡ് ലൈക്ക് പഴയ കാലത്തെ ഒരു ജീപ്പ് ഉണ്ടല്ലോ, ഇങ്ങനെ കൊറേ നമ്മള് കഷ്ടപ്പെട്ട് തിരിച്ചാൽ മാത്രമേ അത് ആവുള്ളൂ. പ്രത്യേകിച്ച് ഗിയറൊന്നും ഉണ്ടാവില്ല, അതിങ്ങനെ എടുത്തോണ്ട് പോകും നമ്മള്. പഴയ കാലത്തെ ജീപ്പ് അത് കണ്ടിന്യൂസ് സ്റ്റാർട്ട് ചെയ്യാന് പിന്നെ ഗിയർ മാറാനൊക്കെ നല്ല പാടാതെ ചിലപ്പോഴൊക്കെ വന്ന് വീഴുള്ളൂ, എങ്ങോട്ട് പോകുന്നു നമുക്ക് മനസ്സിലാവത്ത പോലും ഇല്ല. അപ്പൊ അങ്ങനെ ഒരു ജീപ്പ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഞാൻ അത് കൂട്ടൊരു ജീപ്പ് വാങ്ങിക്കണം എന്നൊക്കെ പറഞ്ഞു കുറെ ജീപ്പ് അന്വേഷിച്ചു. പിന്നെ എനിക്കൊരു ബാധ്യതയാവും, പിന്നെ അതുകൊണ്ട് ഞാൻ വാങ്ങിച്ചില്ല. ആഗ്രഹം. അതായത് സിനിമ കഴിഞ്ഞു പോകുമ്പോ അവിടുത്തെ എന്തെങ്കിലും തിങ്സിനോട് നമുക്കൊരു ഇഷ്ടം തോന്നി എടുത്തോണ്ട് പോവാന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ എന്തെങ്കിലും ജീപ്പ് കൊണ്ടുപോയാൽ നോക്കി സമ്മതിച്ചില്ല. അല്ല, ജീപ്പല്ല, ആക്ച്വലി നമ്മൾ ആ ഫൈറ്റ് പോത്തിനെടുത്തു. ജീപ്പ്, തോക്ക്, പോത്ത്. അതെ, അല്ല നമ്മള് ആക്ച്വലി ഞങ്ങൾ ആ ഫൈറ്റ് ചെയ്യുന്ന സ്ഥലത്ത് ഒരു കാടിനുള്ളിലാണ്. അപ്പൊ അതിന്റെ മേളിൽ ഒരു മരത്തിന്റെ മേളിൽ ഒരു മാനിന്റെ കൊമ്പിരിപ്പുണ്ടായിരുന്നു, അത് എടുത്തോണ്ട് പോകണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഫോറസ്റ്റിനെ പേടിച്ചിട്ട് ഞാൻ അത് ഒറിജിനൽ പുലിയെ പേടിച്ച് ഓടി കയറിയതാ മണ്ടയിലെ പോത്ത്. പോത്തല്ല, അവിടെ നിന്ന് ചത്തുപോയി. കൊമ്പോടെ വന്ന നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു അല്ലേ? കിട്ടിയില്ല, അത് അവിടെ തന്നെ ഉണ്ട്. അല്ല, സിനിമയിലേക്ക് നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാൻ പറ്റിയത് ഇല്ല. സിനിമയിൽ യൂസ് ചെയ്തില്ല, നമ്മൾ കണ്ടതേ ഉള്ളൂ. മരത്തിന്റെ മരത്തിന്റെ മുകളിൽ ഒരു മാൻകൊമ്പ് കാടായതുകൊണ്ട് നമുക്കത് നമ്മൾ കണ്ടുവന്നേ ഉള്ളൂ. അത് ഈ സാധാരണ പുലിയും ഈ പുലിയും ടൈഗറും ഈ പരിപാടികളൊക്കെ ഇരേനെ കൊണ്ട് നേരെ മരത്തിന്റെ മുകളിൽ പോയിട്ട് അവിടുന്ന് ഇത് പിന്നെ കശാപ്പാക്കും. ചിലപ്പോ അതിനെ കൊന്ന് തിന്നതിന് ശേഷം അവരെ ഇട്ടിട്ട് പോയായിരിക്കാം. അപ്പൊ സത്യം പറഞ്ഞാൽ കാടിനകത്ത്, ശരിക്കും കാടിനകത്ത് തന്നെ ഷൂട്ടായിരുന്നു. ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു അവര് പറയുന്നുണ്ട് പുലി ഇറങ്ങിയിട്ടുണ്ട് എന്നൊക്കെ. അങ്ങനെ അപ്പൊ സത്യം പറഞ്ഞാൽ ജീവൻ പണയം വെച്ചാൽ അങ്ങനെ പറയാം. കാരണം മിക്ക സമയങ്ങളിൽ നൈറ്റ് ഷൂട്ടായിരുന്നു. നൈറ്റ് ഷൂട്ടിൽ നമ്മൾ അറിയുന്നില്ല, ഈ മൃഗങ്ങൾക്ക് നമ്മളെ കാണാൻ പറ്റും, നമുക്ക് അവരെ കാണാൻ പറ്റില്ലല്ലോ. പലരും പറയുന്ന ഒരുപാട് കാട്ടുപോത്തുകൾ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പുലി ഉണ്ടായിരുന്നു പറയുന്നു. ആക്ടറാവുമ്പോൾ ഇതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണ്ടേ, അങ്ങനെ ചെയ്തു.
ഈ സിനിമയുടെ ടീച്ചർ കണ്ടപ്പോഴത്തേക്ക് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു താഴ്വാരം എന്ന് പറഞ്ഞു. ഞാനും ആ സിനിമ കണ്ടിട്ടില്ല, കുറച്ച് പഴയ മൂവിയാണെന്ന് തോന്നുന്നു. ആ സിനിമയായിട്ട് എന്തൊക്കെയോ ഒരു സാമ്യം തോന്നുന്നു. നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ആ സിനിമയായിട്ട് എന്തൊക്കെയോ സാമ്യം തോന്നുന്നു. ഇല്ല, മേ ബി അതിന്റെ ഒരു കളർ ടോൺ അതൊക്കെ വെച്ചിട്ട് തോന്നുന്നതായിരിക്കാം ആളുകൾക്ക്, ക്യാരക്ടേഴ്സും അങ്ങനെയൊക്കെ. പക്ഷെ അതുമായിട്ട് ബന്ധമുള്ള ഒരു സിനിമയല്ല ഇത്. ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള, തീർത്തും വ്യത്യസ്തമായിട്ടുള്ള, നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത ഒരു ഫ്രഷ്നെസ് ഡെഫിനറ്റ്ലി തോന്നിപ്പിക്കുന്ന, ഈവൻ വിഷ്വൽസ് ആയാലും ഒരു പെയിന്റിങ് പോലെ വേണം എന്നാണ് ആനന്ദിനി ആഗ്രഹിച്ചിരുന്നത്. യെസ്, സ്വരൂപേട്ടനാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് അതാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് നമുക്ക് സിനിമയിലും കാണാൻ കഴിയുന്നത്. ഈ കോസ്റ്റ്യൂം നമ്മൾ ഇങ്ങനെ പിന്നെ കന്മരത്തിൽ മഞ്ജു ചേച്ചിനെ കണ്ടിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ആ റെഫറൻസ് എടുത്തായിരുന്നോ? ഇല്ല, ഇത് അങ്ങനെ എടുത്തൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഇത് ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയും കഥാപാത്രവുമാണ്. അപ്പം എനിക്ക് തോന്നുന്നു ആ ഒരു കാലഘട്ടത്തിൽ അവരെന്താണോ ഉപയോഗിച്ചത് അതാണ് ഈ സിനിമയിലേക്ക് കൊണ്ടുവന്നേക്കുന്നത്. കോസ്റ്റ്യൂം ഇതാന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്തെങ്കിലും ടെൻഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു? ഇല്ല, ഒന്നുമില്ലായിരുന്നു. ഓക്കെ ആയിരുന്നു. ഓക്കെ. ഇനി പുതിയ കഥാപാത്രങ്ങൾ ഏതെങ്കിലും പേര് വന്നു കഴിഞ്ഞതിന് ശേഷം? അതിപ്പോ പക്ഷെ അനൗൺസ് ചെയ്യരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഹണിയുടെ പുതിയ എനിക്കൊരു തമിഴ് മൂവി ചെയ്യാനൊരു പ്ലാൻ ഉണ്ട്. അപ്പം നമ്മുടെ ഒരു പ്രൊഡക്ഷനിൽ ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. അതിന്റെ കാര്യങ്ങൾ നടക്കും. ഓക്കെ. എല്ലാവരും കോമഡി ആയിട്ടാണെങ്കിലും പറയും കൂടുതൽ സിനിമയെക്കാളും. ഇപ്പൊ എനിക്ക് വിനോദ് സാർ വരെ പറഞ്ഞായിരുന്നു അല്ലെ, സിനിമയെക്കാളും കൂടുതൽ ഇനോഗ്രേഷൻസ് ആണ് ചെയ്യുന്നത്. അപ്പൊ അത് മാറ്റാനുള്ള എന്തെങ്കിലും പ്രിപ്പറേഷൻസോ പ്ലാൻസ് ഒക്കെ ഉണ്ടോ? അല്ല, അതെന്തിനാ മാറ്റുന്നത്? സിനിമയും ഇനോഗ്രേഷനും നമ്മളൊക്കെ കൊതിക്കുന്ന ആരെങ്കിലും നന്നായിട്ട് വിളിക്കട്ടെ. അല്ല, ഇത് രണ്ടും വ്യത്യസ്തമായ രണ്ട് കാര്യങ്ങളാണ്. ഇനോഗ്രേഷൻ യെസ്, ഡെഫിനറ്റ്ലി. അത് മാത്രമല്ല, ഞാൻ 2005 വരുന്ന സമയം തൊട്ട് ഇനോഗ്രേഷൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇപ്പോഴല്ല ഇനോഗ്രേഷൻ ഏറ്റവും കൂടുതൽ ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇപ്പോ ഏതാണ് നമ്മുടെ ചങ്സിന്റെ സമയത്തും അല്ലെങ്കിൽ ട്രിവാൻഡ്രം ലോഡ്ജിന്റെ സമയത്തൊക്കെ ഒത്തിരി ഇനോഗ്രേഷൻ ചെയ്തിട്ടുണ്ട്. ആ സമയം തൊട്ടേ ഞാൻ ചെയ്യുന്നതാണ്. പക്ഷെ ഇപ്പൊ അതിനൊരു കൂടുതലൊരു വിസിബിലിറ്റി കിട്ടിയത് ഈ പോസ്റ്റ് കോവിഡ് പീരീഡ്. സോഷ്യൽ മീഡിയ അത്രയും ഇൻഫ്ലുവൻസ് ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട്. നമ്മൾ എവിടെ പോകുന്നു അതെല്ലാം വിഷ്വൽസ് എല്ലാം ക്യാപ്ചർ ചെയ്ത് ഇടുന്നു എന്ന് വരുന്നിടത്താണ് അതിന്റെ ഒരു മാറ്റം വന്നത്. സോ ഇനോഗ്രേഷൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഇൻവൈറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു പ്രത്യേക സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്, ഒരു ബ്ലെസ്സിങ് ആണ്. കാരണം ഞാനൊരു സ്ഥാപനം തുടങ്ങുകയാണെങ്കിൽ അതിൽ എനിക്ക് ഏറ്റവും നല്ല ഒരാളെ വിളിച്ച് ഇനോഗ്രേറ്റ് ചെയ്യാനായിരിക്കും ഞാൻ എൻ്റെ മനസ്സിൽ ആഗ്രഹിക്കുന്നത്. അങ്ങനെ അവർ എൻ്റെ ഒരു പേര് കൺസിഡർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ എത്രത്തോളം ബ്ലെസ്ഡ് ആണ് എന്ന് സ്വയം ചിന്തിക്കുകയും ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡുമാണ് വേണ്ടത്. അപ്പം അതെല്ലാ കാലത്തും എന്നോടൊപ്പം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം. എല്ലാവിധ ആശംസകളും. സിനിമ നല്ല സക്സസ്ഫുൾ ആവട്ടെ. ഇനി നമുക്ക് കാണാൻ പറ്റട്ടെ, നല്ല രീതിയിൽ പോട്ടെ. താങ്ക് യു സോ മച്ച്.